സർ നമ്മുടെ മലയാളം മീഡിയയിൽ ഒട്ടും കവറേജ് കിട്ടാത്ത ഒരു സ്റ്റോറി ഉണ്ട് സർ. ആ സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൽ പ്രധാന എന്താ പറയുക കഥാപാത്രങ്ങള് ഹിമന്ത ബിശ്വ ശർമ്മ, പിന്നെ ഗൗരവ് ഗൊഗോയ്. ഞാനത് കണ്ടിരുന്നു കേട്ടോ. എലിസബത്ത് കോൾബോൺ. ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളൊക്കെ ഞാൻ കണ്ടു. ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ വന്ന് പറയുന്ന കേട്ടു. മലയാളം മീഡിയയിൽ അത് കണ്ടില്ല എന്ന് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞപ്പോഴേ എനിക്കതിന്റെ ട്രേസ് പോയി. പിന്നെ എന്താ ഈ സംഭവം? സർ, വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് മൂപ്പര് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വീട്ടില് തന്നെ ISIയും റോവും ഒരുമിച്ച് ജീവിക്കുന്നതെന്ന്. ഈ ആരോപണം മൂപ്പര് ഉന്നയിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നിട്ട് അസാം CM മോനാണ് ഈ ഗൗരവ് ഗൊഗോയ്. അപ്പൊ ഈ ഗൗരവ് ഗൊഗോയുടെ വൈഫ്, ഇതിനു മുമ്പ് ആസാം CM ആയിരുന്ന കോൺഗ്രസ്സുകാരൻ തരുൺ ഗൊഗോയ്, അങ്ങേരുടെ മകനാണ് ഗൗരവ് ഗൊഗോയ്. ഇപ്പൊ കോൺഗ്രസിന്റെ വലിയ ലീഡർ, പ്രോസ്പെക്റ്റീവ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് അവര് പ്രൊജക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്നു. നമ്മുടെ ലോക്സഭയിലെ ഡെപ്യൂട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണ്. അപ്പൊ മൂപ്പരെ പറ്റിയിട്ട് വലിയൊരു ആരോപണമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിക്കുന്നത്. ഒരു പറയണത് ഇതുവരെ മറ്റേ ഗൗരവ് ഗൊഗോയുടെ വൈഫ്, അതായത് എലിസബത്ത് കോൾബോൺ എന്ന് പറഞ്ഞ ഭാര്യ, 12 വർഷമായിട്ട് ഇത് ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. ഇതുവരെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല. അപ്പൊ ഇതിലിപ്പോ അത് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ എടുത്തില്ലെങ്കിലും ശരിക്കും ഇവിടെ ഒരു അലി തൗക്കീർ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാകിസ്ഥാനി MP-ക്കെതിരെ ഒരു FIR ഇട്ടപ്പോ പല കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങി. അതായത് ഗൗരവ് ഗൊഗോയുടെ വൈഫും ഈ അലി തൗക്കീർ ഷെയ്ഖുമായിട്ടുള്ള കുറേ കാലമായിട്ടുള്ള ഒരു ബന്ധം വയ പാകിസ്ഥാൻ. അപ്പോ ഞാൻ പ്രധാന ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഈ അലി തൗക്കീർ ഷെയ്ഖ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ പാകിസ്ഥാന്റെ MP ആണ്, പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമാണ്, പിന്നെ ക്ലൈമറ്റ് ഡെവലപ്മെന്റ് ആൻഡ് നോളജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു റീജിയണൽ ഡയറക്ടറാണ്. ഇതൊക്കെ കൂടാതെ ഈ പറഞ്ഞ എലിസബത്ത് കോൾബോണിന്റെ PhD ഗൈഡും കൂടിയാണ് എന്നാ പറയുന്നത്. ഒരു ലോങ് ടേം ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ഈവൻ ബിഫോർ ഈ ഗൊഗോയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊട്ട് ഇവർ തമ്മിൽ ബന്ധമുണ്ട്. ഇതിന് വേണ്ടി ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ തന്നെ. അപ്പോ ലീഡ് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു ലീഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടും ഈ സ്ത്രീക്ക് ബന്ധമുണ്ട്. അപ്പൊ ഇയാളെ ഇപ്പോ ഇയാളെന്ന് നമ്മൾ പറയുമ്പോൾ അലി തൗക്കീർ ഷെയ്ഖിനെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ FIR ഇട്ടു. എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് മതപരിവർത്തനത്തില് ഭാഗമായി, പിന്നെ തീവ്രവാദ എന്താ പറയുക പ്രചാരണം തന്നെ നടത്തുന്നുണ്ട്, പിന്നെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്, പിന്നെ ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. കമന്റ് ചെയ്യുമ്പോൾ ഇവരെ ടാഗ് ചെയ്യുന്നുണ്ട്, ഗൗരവ് ഗൊഗോയിനെയും ടാഗ് ചെയ്യുന്നുണ്ട്, ഭാര്യ എലിസബത്ത് കോൾബോണിനെയും കൂടി ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിപ്പോ നമ്മളിപ്പോ ഓക്കെ സോഷ്യൽ മീഡിയ ആണ് ടാഗ് ചെയ്തു എന്ന് നമ്മൾ വെറുതെ നമ്മൾ പോവുകയാണെങ്കിൽ, ഇതിലെ ഒരു ബേസിക് പ്രശ്നം ഞാൻ കാണുന്നത് ഇപ്പൊ തുടങ്ങിയതിൽ എത്ര കാലമായി അറിയുന്നു. ഈ വിദേശ ഭാര്യയോ ഭർത്താവോ ഇവിടെ ഒരാൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ഒരു ഒഫീഷ്യൽ പോസ്റ്റിൽ പിന്നെ എടുക്കാൻ പാടില്ല. ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ്. യു ക്യാൻ മാരി എനിബഡി. ഇവിടുത്തെ സ്ത്രീ അവിടുത്തെ ആണിനെ കല്യാണം കഴിക്കുക, ഇവിടുത്തെ ആണിനെ അവിടുത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, എന്ത് വേണമെങ്കിലും കഴിച്ചു. ബട്ട് നിങ്ങളെ കീ പോസ്റ്റിലൊന്നും ഇരുത്താൻ സമ്മതിക്കില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതിക്കില്ല, ആംഡ് ഫോഴ്സസിൽ നിങ്ങളെ എടുക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളൊന്നും ഇന്ത്യയിൽ ഇതില്ല. ഞാൻ പറയുമ്പോൾ നല്ലൊരു മനുഷ്യനെ പറ്റി വേണ്ട, അത് ഞാൻ പറയുന്നു. KR നാരായണൻ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ബർമാക്കാരിയാണ്. പിന്നീട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു എന്ന് പറയും. ബട്ട് ഈ ബോൺ ഇന്ത്യനും സിറ്റിസൺഷിപ്പ് എടുത്ത ആളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ഇന്ത്യ. മേ ബി ഈസ് നോട്ട് ടേക്കിംഗ് ഡിസിഷൻസ്, ക്യാബിനറ്റ് ഡിസിഷൻ അദ്ദേഹം ഒപ്പിട്ട് നടപ്പിലാക്കുന്നു. ബട്ട് സങ്കല്പത്തിൽ നോക്കും, നമ്മുടെ
3 ഫോഴ്സിൻ്റെയും ചീഫ് ആരാണെന്ന് ചോദിച്ചാൽ ദേ ആർ റിപ്പോർട്ടിംഗ് ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നോട്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരാളിന്, ഒരു വിദേശത്ത് ജനിച്ച സ്ത്രീയാണ്, പിന്നെ കല്യാണം കഴിച്ചു. കാരണം കെ.ആർ. നാരായണൻ IFS-ലായിരുന്നു, ഇന്ത്യൻ ഫോറിൻ സർവീസിലായിരുന്നു. നാച്ചുറലി ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു, അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ that should have become a disqualification for that man to occupy the highest post in India. അത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ജനിച്ച രാജ്യത്തോട് കൂറില്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയി അവിടുത്തെ പൗരത്വം എടുത്ത് എന്തൊക്കെ ഒക്കെ ചെയ്തെങ്കിലും ഇന്ത്യക്ക് ദോഷമുണ്ടാകുന്ന ഒരു ഡിസിഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ സൂത്രത്തിന് ലക്ഷ്മിയെ വിളിച്ച് പറയും, ലക്ഷ്മി ഇങ്ങനെ ഒരു സംഗതി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് പ്ലീസ് ഡു സംതിങ് ദെയർ ആൻഡ് യു വിൽ റിപ്പോർട്ട് ടു ദ അതോറിറ്റീസ്. ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, എനിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിക്കോട്ടെ, നിങ്ങൾ വിവരം ശരിയാണോ എന്ന് അന്വേഷിക്കും. ദിസ് വിൽ ഹാപ്പൻ. കാരണം എല്ലാ മനുഷ്യർക്കും അവർ ജനിച്ച നാടിനോട് ഉള്ളിൻ്റെ ഒരു കൂറുണ്ടാവും, മരണം വരെ അത് നിലനിൽക്കും. ദെയർഫോർ ആ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റ് പല രാജ്യങ്ങളും ഇതുപോലെ അല്പം മിക്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ദർ ഇസ് നത്തിങ് റോങ്, നിങ്ങൾ മിക്സ് ചെയ്തോളൂ, കല്യാണം കഴിച്ചോളൂ, ജീവിച്ചോളൂ, ഓൾ യുവർ സിവിൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം ഉണ്ടാവും. ബട്ട് നിങ്ങൾ ആംഡ് ഫോഴ്സസിൽ എടുക്കില്ല, എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ എടുക്കില്ല, പൊളിറ്റീഷ്യൻ ആവാൻ സമ്മതിക്കില്ല. നമ്മുടെ IFS-ലും ഉണ്ട് ഇപ്പോ. എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാഹചര്യം ഉത്ഭവിച്ചപ്പോഴായിരിക്കും ഇത് ഈ മാറ്റം വരുത്തിയത്. 6 months-നുള്ളിൽ IFS-ലെ ഒരു എംപ്ലോയി ആണ്, ഫോറിനറിനെയാണ് കല്യാണം കഴിക്കണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് മാറ്റി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിയമം നമ്മളുടെ നിയമപാലകർക്ക് ഇല്ലാത്ര. അല്ല, ഇവരുടെ ഞാനീ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്ന് അവർ നിർബന്ധിക്കുന്നു. സിറ്റിസൺഷിപ്പ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ലോയൽറ്റി മാറുന്നില്ലല്ലോ. സിറ്റിസൺഷിപ്പ് എന്താ നിയമം? ഇതൊക്കെ വെറുതെ പേപ്പറല്ലേ. ഞാനിപ്പോൾ പോയിട്ട് അമേരിക്കയിലെ സിറ്റിസൺഷിപ്പിന് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എത്രയാ, $5 million അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് കാർഡ് തരും. യു ക്യാൻ ബിക്കം അമേരിക്കൻ സിറ്റിസൺ. കയ്യിൽ കാശുണ്ടെങ്കിൽ അമേരിക്കക്കാരനാവാം. ബട്ട് അപ്പോഴും എൻ്റെ ലോയൽറ്റി എൻ്റെ നാടിനോടായിരിക്കും. അവിടെ പോയിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും. ബട്ട് സ്റ്റിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ നാടിന് അപകടം വരുന്ന ഒരു തീരുമാനം അമേരിക്ക പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സിമ്പതി ഭാരതത്തോടായിരിക്കും. ഒരുപക്ഷെ ഞാൻ അമേരിക്കൻ സിറ്റിസൺ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, പക്ഷെ ചെയ്യാവുന്നത് ഞാനവിടെ ചെയ്യും. അപ്പോൾ ബിയോണ്ട് ദീസ് പേപ്പേഴ്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് റെക്കോർഡ്, പാസ്പോർട്ടിനൊക്കെ അപ്പുറത്താണ് ലോയൽറ്റി എന്ന് പറയുന്ന ഒരു സാധനം. കറക്റ്റ്. അവിടെയാണ് ഈ സംശയത്തിന്റെ നിഴല് ഈ എലിസബത്ത് കോൾബേൺ, എലിസബത്ത് ഗൊഗോയുടെ, ഗൗരവ് ഗൊഗോയുടെയും ചുറ്റിനും വന്നിരിക്കുന്നത്. അതായത് ഇയാൾ പലതവണ ആസാമിൽ വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ കുറച്ചു നേരം അത് കണ്ടുള്ളെങ്കിലും എൻ്റെ മനസ്സിലത് പറഞ്ഞിരുന്നു. ഹിമന്ത ബിശ്വ പറയുന്നുണ്ട് മോർ ദാൻ എ ഡസൻ ടൈംസ് ഈ പറഞ്ഞ ഷെയ്ഖ്, അലി തൗഹീർ ഷെയ്ഖ്, അങ്ങനെ കുറഞ്ഞത് 12 തവണയെങ്കിലും ആസാം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 4 ഈ ഇമിഗ്രൻസ് വരുന്ന ഈ അവർ കുറെ ആക്ഷൻ എടുക്കുന്നുണ്ടല്ലോ, NRC-യുടെയും ഇമിഗ്രൻസിനെ പുറത്താക്കുന്നത്, റോഹിംഗ്യകളെ പുറത്താക്കുന്നതും ഒക്കെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു മെയിൻ ഇലക്ഷൻ പ്ലാറ്റ്ഫോം ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ ട്രംപ് ഒക്കെ കൊണ്ടു നടക്കണ മാതിരിയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടും മാത്രല്ല ഇയാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഗൗരവ് ഗൊഗോയ്. ഇയാള് 10-20 തവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. എന്താ ഇയാൾക്ക് പാകിസ്ഥാനിൽ ഇത്ര വലിയ ബിസിനസ്? ഇന്ത്യക്കാരൻ പാകിസ്ഥാനിൽ പോകുന്നത് തടസ്സമൊന്നുമില്ല. ബട്ട് ദെൻ ക്വയറ്റ് ഫ്രീക്വൻ്റ്ലി ഒരു കോൺഗ്രസ് ലീഡർ പാകിസ്ഥാനിൽ പോകുമ്പോൾ ഐബ്രോസ് വിൽ ബി റൈസ്. എന്താ സംഗതി എന്താ? അല്ല, നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? ഉണ്ട് എന്ന് പറയുക സർക്കാർ. അതെ, ഈ പറഞ്ഞ പോക്കിലൊന്നും MHAയുടെ പെർമിഷൻസ് ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അന്വേഷിക്കുന്നത്. അപ്പൊ ഈ അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു NGO, ഫോറിൻ NGO ആണത്രേ മൂപ്പരുടെ ഒരു ട്രിപ്പ് പാലസ്തീനിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫാം ടു ഫുഡ് എന്ന് പറഞ്ഞ മൂപ്പരുടെ ഒരു സ്വന്തം ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫാം ടു ഫുഡിന് FCRA രജിസ്ട്രേഷൻ ഇല്ല. പക്ഷെ ഫാം ടു ഫുഡ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്. അതിന്റെ ഫണ്ടിങ് മുഴുവൻ വരുന്നത് ഈ ജോർജ് സോറോസ്, ഒമിഡിയർ നെറ്റ്വർക്ക്, റോക്കിഫെല്ലർ ആൾക്കാർ,
അപ്പൊ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ഫുൾ കണക്ഷനുള്ള ആളാണ് ഫാം ടു ഫുഡിന്റെ പാർട്ട്ണർ. ഇതുകൂടാതെ ഇയാളുടെ പാർലമെന്റിലുള്ള ചോദ്യങ്ങൾ പോലും പാകിസ്ഥാനിന് താല്പര്യമുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ. അബ്ദുൾ ബസിത്തുമായിട്ട് ഈ പാകിസ്ഥാനുമായിട്ടുള്ള കണക്ഷൻ കാരണം ഭാര്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് ആക്സസ് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ സമയമായതുകൊണ്ട്. അപ്പോ ആ സമയത്ത് പാകിസ്ഥാനി എംബസിയിൽ പോയി 10-30 വയസ്സുള്ള യങ് ആൾക്കാരെ, ആസമീസ് ആൾക്കാരെ പാകിസ്ഥാനി എംബസിയിൽ കൊണ്ടുപോയി അബ്ദുൾ ബസിത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്തായിരിക്കും അതിനൊക്കെ ഒരു പേർപ്പസ്? ഇതെല്ലാം നമുക്ക് നമ്മുടെ പാർലമെന്റേറിയൻസിന്റെ പെരുമാറ്റച്ചട്ടം അത് കുറെ കൂടെ സ്ട്രിക്റ്റ് ആക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് മഹുവ മൈത്ര അവരുടെ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാനുള്ള പാസ്വേഡ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഷീ ഗേവ് ടു ഹീരാനന്ദാനി, ഒരു ബിസിനസ്സുകാരന് കൊടുത്തു. അയാൾ ദുബായിലിരുന്ന് ചോദ്യം ഫ്രെയിം ചെയ്യുന്നു, കുവൈറ്റിലിരുന്ന് ചോദ്യം ഫ്രെയിം ചെയ്യുന്നു. ആ ചോദ്യം കയറിപ്പോകുന്നു. ഇവരുടെ മഹുവ മൈത്രയുടെ പേരിൽ ആ ചോദ്യം സ്പീക്കർ കറസ്പോണ്ടിങ് മിനിസ്റ്റർക്ക് കൊടുക്കുന്നു, മിനിസ്റ്റർ ആൻസർ ചെയ്യുന്നു. എവരിബഡി ഫീൽസ് ദാറ്റ് മഹുവ മൈത്രയാണ് ചോദ്യം ചോദിക്കുന്നത്, മന്ത്രി ഉത്തരം പറയുന്നു, നത്തിങ് റോങ് ഇൻ ദാറ്റ്. ബട്ട് ആ ചോദ്യം വന്നിരിക്കുന്നത് ഹീരാനന്ദാനിയുടെ സൈഡിൽ നിന്നാണ്. ഹീരാനന്ദാനി എന്ന ബിസിനസ്സുകാരൻ, അയാള് അദാനിയുടെ ഒരു ഓപ്പണൻ്റാണ്. രണ്ടുപേരും ടെൻഡറിൽ ഗുസ്തി പിടിക്കുക. അദാനി പിന്നെ ഈസ് എ ബിഗ് ജയന്റ്, ഹീരാനന്ദാനി അത്രയും വലുതായിട്ടില്ല. എന്നാലും ദർ ഇസ് ബിസിനസ് റൈവൽറി. ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടല്ലോ അദാനിയുടെ ബിസിനസ്സിനെ പറ്റിയാണ് പാർലമെന്റിൽ ചോദിക്കുന്നത്. അതായത് ഒറീസയിലെ അദാനി പോർട്ടിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് എത്ര വരുമാനം, എത്ര ടൺ അവിടെ നിന്ന് കയറിപ്പോയി, എത്ര കണ്ടെയ്നർ കയറിപ്പോയി. മിനിസ്റ്റർ അതിന് ഉത്തരം കൊടുക്കും. ഉത്തരം കൊടുക്കുമ്പോൾ ഈ ഉത്തരം കിട്ടുന്നത് ഹീരാനന്ദാനിക്കാണ്. ഇപ്പൊ ഹീരാനന്ദാനി വാച്ച് ചെയ്യുന്നത് അദാനിക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ടാവും, അവന്റെ കൈ പൊള്ളിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന്. എക്സാക്ട്ലി. അമേരിക്കയിൽ നേരെ തിരിച്ച യു ക്യാൻ ലോബി ഫോർ എ ഫേം ദാറ്റ് ഈസ് ലീഗൽ. ഓക്കെ, യു ആർ പ്രോ അദാനി MP ആണ്. അങ്ങനെയാണ് അവര് ഇത് ലോക്ഹീഡിന്റെ ആളാണ്, മറ്റേ ആൾ ബോയിങ്ങിന്റെ ആളാണ് എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് പെർമിറ്റഡ് ദർ. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദം. ഭാരതത്തിൽ അങ്ങനെ ഇല്ല. ഐ തിങ്ക് നമ്മളും അത് ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ ഇതിൽ ഈ മറച്ചു വെക്കലാണ് നമുക്ക് ഇന്നസെന്റ് അല്ലാതെ തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഈ എത്തിക്സ് കമ്മിറ്റിയിൽ കൊണ്ടുപോയിട്ട് അവസാനം അവരുടെ മെമ്പർഷിപ്പ്. ലോക്സഭാംഗത്തിന്റെ രാജിവെച്ചു, ബട്ട് ദർ ഈസ് നോ പണിഷ്മെന്റ്. ലോക്സഭാംഗത്തിന്റെ രാജിവെച്ച അവർക്ക് പുല്ലാണ്, അവരെ പുറത്താക്കി, ഇത്രയല്ലേ ഉള്ളൂ. അടുത്ത ഇലക്ഷനിൽ വീണ്ടും അവർ ജയിച്ചു വന്നു. അവരെ പൊളിറ്റിക്സിൽ നിന്ന് പുറത്താക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു എന്തൊരു ഡേഞ്ചറസ് കാര്യമാണ് സാർ. കാരണം ഈ ഗൗരവ് ഗൊഗോയൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സാർ കേട്ടാൽ ഞെട്ടിപ്പോവും. നമ്മുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചിരിക്കണു, BSFന്റെ റഡാർസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിരിക്കണു, ഇന്ത്യയും ഇറാനുമായിട്ടുള്ള ട്രേഡ് റൂട്ടിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ പാകിസ്ഥാനിന് ഇൻട്രസ്റ്റ് വരാവുന്ന ഏരിയാസിൽ ആണല്ലോ. അപ്പൊ ഈ ആക്സസ് കൊടുക്കുന്നതിലും ഈ തരം ചോദ്യങ്ങൾ കൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇവര് ചെയ്യുന്നുണ്ടല്ലോ. ഇവരുടെ കയ്യിൽ ഈ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ത്യയുടെ റഡാർ എവിടെയൊക്കെ ഇരിക്കുന്നു പാകിസ്ഥാൻ അറിയാം, ISIക്ക് അറിയാം. ദേ വാണ്ട് എൻ ഒഫീഷ്യൽ കൺഫർമേഷൻ. ഇത് മന്ത്രി എഴുതി തരുന്ന ഉത്തരമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഫൈനൽ. അപ്പൊ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. ഇന്ത്യൻ ജനതയ്ക്കും കൂടി ഇതാണ് പറയണ സത്യമായിരിക്കുമല്ലോ. അവരുടെ ഇൻഫർമേഷൻ വാലിഡേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാനായിട്ടൊന്നും അല്ല. പാകിസ്ഥാന് നമ്മളുടെ ഒരു റഡാർ എവിടെ ഇരിക്കുന്നു എന്നറിയാനായിട്ട് നമ്മളുടെ MP കൈക്കൂലി കൊടുത്ത് വശത്താക്കി ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതർവൈസ് സുധേനോ നല്ല ഒന്നാന്തരം സ്പൈ നെറ്റ്വർക്കാണ് ISIയുടെ. പലപ്പോഴും നമ്മളെ വെല്ലുന്ന നെറ്റ്വർക്കാണ് അവരുടെ. നമ്മളൊരു അജിത് ഡോവാലിനെയും കൊണ്ട് അജിത് ഡോവാൽ അജ്ഞാതൻ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോൾ അവര് 10 സൈലന്റ് ആൾക്കാരെ നമ്മുടെ ഇടയിൽ ഇരുത്തിയിട്ട് നമ്മുടെ ലോ മേക്കറിന്റെ വൈഫിന്റെ പുറത്താണ് ഈ സംശയത്തിന്റെ നിഴലിൽ വന്നിരിക്കുന്നത്, 2 പേരുടെയും പുറത്ത്. അജിത് ഡോവൽ തന്നെ പറഞ്ഞൊരു കഥ ഞാൻ പറയാം. അദ്ദേഹം കണ്ണൂർ വന്നിരുന്നു ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ. അജിത് ഡോവൽ പറഞ്ഞു, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് പാകിസ്ഥാൻ. ഇദ്ദേഹം അവിടെ പോയിരുന്നു, വേ ബാക്ക്. അദ്ദേഹം IB ഡയറക്ടറായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ പോയിരുന്നു, ഒരു സർദാർജിയുടെ വേഷത്തിലാണ് പോയത്. കള്ള പാസ്പോർട്ട് അത് ഇതൊക്കെ എല്ലാം നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി അറിഞ്ഞുകൊണ്ട് കള്ള പാസ്പോർട്ടൊക്കെ റെഡിയാക്കി
പാകിസ്ഥാനിൽ പോയി മൂന്നാം ദിവസം ഇദ്ദേഹം ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നു, ആരോ പ്രസംഗിക്കുന്നു, ഇദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തേർഡ് റോ ഒരാൾ നടന്നു വന്ന് പൊളൈറ്റായിട്ട് ഒരു ചെറിയ പേപ്പർ പീസ് കയ്യിൽ കൊടുത്തു. ഇദ്ദേഹം നോക്കിയപ്പോൾ, മിസ്റ്റർ ഡോവൽ, യുവർ ഫ്ലൈറ്റ് ഈസ് വെയിറ്റിംഗ്. സർദാർജിയാണ്. ഡോവൽ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. പോവാം. പാകിസ്ഥാനി ആർമിയുടെ രണ്ടാൾക്കാർ പോവാം, നമുക്ക് വണ്ടിയിൽ കയറി നേരെ. ഇത് അദ്ദേഹം പറഞ്ഞു, ഞാൻ IB ഡയറക്ടറാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ചയച്ചു. അതല്ലാതെ ഇഫ് ഐ വാസ് എ റിയൽ സ്പൈ, ഞാൻ പാകിസ്ഥാനി ജയിലിലാവും. ഇല്ലാത്ത ദ്രോഹം മുഴുവൻ അവർ ചെയ്യും. ഈ ഭാരതത്തിൻ്റെ IB ഡയറക്ടറാണ്, വേഷം മാറിയാണെങ്കിൽ പോലും പാകിസ്ഥാനിൽ വന്നത്, അത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പ്രശ്നമാകും അവർക്കും അറിയാം. അതുകൊണ്ട് ആരും അറിയാതെ തന്നെ അവർ തിരിച്ചയച്ചു. എനിക്കൊരു അഡ്വൈസ് തന്നു, വേണ്ടാത്ത അഡ്വഞ്ചറൊന്നും ഇറങ്ങണ്ട കേട്ടോ. അതുകൊണ്ട് പുള്ളി ഓഡിയൻസിനോട് പറഞ്ഞു, ബിവെയർ, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് പാകിസ്ഥാൻ. ഇത് ഡോവൽ സംസാരിക്കുമ്പോൾ കേട്ടോണ്ടിരുന്നതാണ് ഞാൻ. ദാറ്റ് ഈസ് ദെയർ കപ്പാസിറ്റി. സോ ഇതൊന്നും വെറുതെ വിടാൻ പാടില്ലാത്തതാണ്. ഓഫ് കോഴ്സ് ഐ ഹോപ്പ് ഹിമന്ത ബിശ്വ ഉറപ്പായിട്ട് അത് ചെയ്യുമെന്ന് വിചാരിക്കാം. ഹിമന്ത ബിശ്വ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഏതോ ഒരു അസാം ഗവൺമെന്റിന്റെ ഡിസിഷൻ 2014 അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കാരണമുണ്ടോ എന്നുള്ളതും കൂടി അവർ അന്വേഷിക്കുകയാണ്. അതൊക്കെയാണ് അവർ റിവീൽ ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ് പറയുന്നത് ഇതൊക്കെ വെറുതെ കെട്ടുകഥയാണ്, നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സ്റ്റാൻഡേർഡ് ആൻസർ നോക്കാം.